ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാനെതിരെ നാവിക ഉപരോധം ശക്തമാക്കി അമേരിക്ക. ഇറാന്റെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന രഹസ്യ കപ്പൽ വ്യൂഹങ്ങളെ തടയാൻ കർശനമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US നേവിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ ടാങ്കറുകളുടെയും ഇറാനിയൻ കപ്പലുകളുടെയും നീക്കങ്ങൾ US യുദ്ധക്കപ്പലുകൾ നിരീക്ഷിച്ചു വരികയാണ്. എന്നാൽ അർമാൻ 114, സാബ എന്നീ കപ്പലുകളാണ് US നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് തന്ത്രപരമായി കടലിടുക്ക് പിന്നിട്ടത്. ഇറാനിലെ ബന്ദർ അബ്ബാസ് തുറമുഖത്തുനിന്ന് പുറപ്പെട്ട ഈ കപ്പലുകൾ തങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ സിഗ്നലുകൾ ഓഫ് ചെയ്തും സോംബി ID സ്പൂഫിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുമാണ് നീങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. US പടക്കപ്പലുകൾ തൊട്ടടുത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് ഈ സാഹസിക നീക്കം നടന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കൻ ഉപരോധം മറികടക്കാൻ റഷ്യൻ ടാങ്കറുകൾ വലിയ തോതിൽ സഹായിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലവിലുള്ള രാജ്യങ്ങളെ സഹായിക്കാനായി ഇൻഷുറൻസോ വ്യക്തമായ ഉടമസ്ഥാവകാശ രേഖകളോ ഇല്ലാതെ സോംബി ID ഉപയോഗിച്ചാണ് ഇറാന്റെ എണ്ണ ആഗോള വിപണിയിൽ എത്തിക്കുന്നത്. നിലവിൽ സർവീസ് നടത്താത്തതോ പൊളിക്കാൻ മാറ്റിവെച്ചതോ ആയ പഴയ കപ്പലുകളുടെ ഐഡന്റിഫിക്കേഷൻ വിവരങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്ന കപ്പലുകൾക്കായി ഉപയോഗിക്കുന്നതിനെയാണ് സോംബി ID എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി കപ്പലുകൾ റഷ്യയുടെ പക്കലുണ്ട്. മറ്റൊരു രീതിയാണ് സ്പൂഫിംഗ്. തങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി മറച്ചുവെച്ച് റഡാറുകളിലും ഉപഗ്രഹ നിരീക്ഷണങ്ങളിലും ഒരു പഴയ കപ്പലായി ഈ കപ്പലുകൾ സ്വയം പ്രത്യക്ഷപ്പെടുന്ന രീതിയാണിത്. അതായത് കടലിലെ ട്രാഫിക് നിരീക്ഷണ സംവിധാനങ്ങൾ ഈ കപ്പലിനെ കാണുന്നത് പണ്ടേ ഉപേക്ഷിക്കപ്പെട്ട ഏതോ കപ്പലായിട്ടായിരിക്കും. ഇത് അവരെ നാവികസേനയുടെ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അതേസമയം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത് നേരിടാനാണ് അമേരിക്കൻ നീക്കം. എന്നാൽ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിച്ചു. തങ്ങളുടെ കപ്പലുകൾ തടയാൻ ശ്രമിച്ചാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ആഗോള എണ്ണവിലയിൽ വൻ വർധനവിന് കാരണമായേക്കാം. ഇറാന്റെ എണ്ണ കടത്താൻ സഹായിക്കുന്ന റഷ്യൻ ടാങ്കറുകളെയും അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട്. റഷ്യ ഇറാൻ സാമ്പത്തിക സഖ്യത്തെ തകർക്കുക എന്നതും ഈ സൈനിക നീക്കത്തിന് പിന്നിലെ പ്രധാന ഉദ്ദേശമാണ്. ആഗോള എണ്ണ വിതരണത്തിന്റെ 1/3 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ ഈ സംഘർഷം ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്.